ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ചേട്ടന് ജോലി ഇല്ലാത്തതുകൊണ്ട് അന്ന് അമ്പലത്തിൽ പോകാൻ തോന്നി പോയത്. എനിക്ക് എപ്പോഴും പോകാൻ ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. നമ്മുടെ രണ്ടുപേരെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം. രാലൂർക്കാവ് ദേവീക്ഷേത്രം. വനദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠ. മാലയുഗം സിനിമ ഷൂട്ട് ചെയ്ത അമ്പലമാണ്. പക്ഷെ അതുപോലെയൊന്നും അല്ല ഇപ്പം കണ്ടാർക്കൊന്നും മനസ്സിലാവത്തൊന്നുമില്ല. ഫുള്ള് മാറ്റങ്ങളാണ്. ചുറ്റുമതിൽ കെട്ടി നല്ല വനമായിരുന്നു ചുറ്റിനും. അതൊക്കെ മുറിച്ച് മരങ്ങളൊക്കെ മുറിച്ച് മണ്ണൊക്കെ ഇട്ട് നികത്തി വേറെ മോഡലിലൊക്കെ ആയി ഇപ്പം അമ്പലം. പക്ഷേ എങ്കിലും അവിടെ ചെന്നിരുന്നാൽ കിട്ടുന്ന സുഖമൊന്നും നമുക്ക് വേറെ ഒരു അമ്പലത്തിൽ പോയാലും കിട്ടില്ല എന്ന് അതെന്താ തോന്നലാണ് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കൊണ്ടും എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു അമ്പലമാണ്. ഇവിടെ വെച്ചായിരുന്നു ഞങ്ങളെ കല്യാണം. ഇവിടെ വെച്ചാണ് മക്കൾക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്തത്, രണ്ടുപേരെ എഴുതിച്ചത് എല്ലാം ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എപ്പോഴും ഒരിഷ്ടം ഉള്ള സ്ഥലവും ഒരമ്പലവും എന്ത് കാര്യം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചാലും നടക്കുന്നതുമായിട്ടുള്ള ഒരമ്പലമാണിത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ സമയം കിട്ടിയാലും വരണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം തോന്നുന്നത് ഈ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്പലത്തിൽ കയറി ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴെ കുളത്തിലോട്ട് പോകാൻ നോക്കിയപ്പോഴേ അവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് ആരും വിടുന്നില്ലായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ പിറകേക്ക് പോയി ഒന്ന് കറങ്ങി. എവിടെ നിന്ന് നോക്കിയാലും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുള്ളതാണ്. മാലയുഗ സിനിമ ഷൂട്ട് ചെയ്ത സമയത്തുള്ള ഒരു മോഡലും അല്ല ഇപ്പം അമ്പലം. ഇപ്പം ഇവിടുത്തെ കാടുകളൊക്കെ വെട്ടി അവിടെ കുഴിയുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് ഒരു കുത്തനൊരു ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു കുഴിയായിട്ടുള്ള. അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് റോഡ് കാണാം. പക്ഷെ അവിടെ ഇപ്പോൾ ഈ മണ്ണിട്ട് നികത്തി. ഒന്നും അറിയത്തില്ല. മോള് ഗണപതി ക്ഷേത്രത്തിലോട്ട് നടക്കുകയാണ്. അവിടെ ഒരു അപ്പൂപ്പ ഇരിപ്പുണ്ടായിരുന്നു തേങ്ങയും കൊണ്ട്. നമുക്ക് തേങ്ങ വാങ്ങിച്ചിട്ട് അവിടെ ഉടയ്ക്കാം. നമ്മൾ അങ്ങോട്ട് നടന്ന് പോയതാണ്. മാലയൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഇപ്പോൾ ഈ അമ്പലത്തിലുള്ളൂ. ചേട്ടൻ ഒരു തേങ്ങയൊക്കെ വാങ്ങിച്ച് ഉടയ്ക്കാൻ തയ്യാറായിട്ട് വരികയാണ്. മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ശാന്തതയുള്ള സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം കൊണ്ട് ഓടി വന്ന് ഇവിടെ തൊഴുതിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല ആശ്വാസം കിട്ടുന്നൊരു അമ്പലമാണ്. ഈ ആലിൻ്റെ മൂട്ടിലാണ് ജയറാം ഇരുന്ന് കരയുന്ന സിനിമയിൽ പാർവതി മരിച്ച ആംബുലൻസിൽ കൊണ്ടുവന്നത്. ഇതിൻ്റെ മൂട്ടിൽ ഇരുന്നിട്ട് താഴോട്ട് റോഡിലോട്ട് നോക്കുമ്പം ആംബുലൻസ് പോണത് കാണാം. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഫുള്ള് ഇത് മണ്ണിട്ട് മൂടി ഈ ആൽമരത്തിൻ്റെ ചുറ്റിലും ഇത്രയും പൊക്കമാക്കി. മുമ്പ് കാണുമ്പോഴത്തേക്ക് ആൽമരം മാത്രം ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നതായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് നികത്തി കണ്ടാൽ കാട് വരെ മണ്ണിട്ട് നികത്തി ലെവലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇഷ്ടംപോലെ കല്യാണങ്ങൾ നടക്കുന്ന അമ്പലമാണ്. ഇവിടുത്തെ രണ്ടാമത്തെ കല്യാണം ഞങ്ങൾക്കുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ കല്യാണം നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് തിരുവിലാലൂർക്കാവ് വനദുർഗ ദേവീക്ഷേത്രം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.